ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇപ്പോൾ മൊത്തം ഇതുപോലത്തെ വീഡിയോകളാണ്. നീ പുതിയ ഐഫോണൊക്കെ എടുത്ത് കേട്ടല്ലോ. എന്നാലും എന്റെ പൊട്ടാ ഇതെങ്ങനെ? ഈയേട്ട എന്തായാലും പണിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് ഐഫോൺ വാങ്ങിക്കില്ല എന്ന് നമുക്കറിയാലോ. ഞാൻ സർവേ ഐക്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഏൺ ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേ സ്റ്റോറിന്ന് സർവീസ് ഐക്യു എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. എടാ, ഇത് ഞാൻ സർവീസ് ഐക്യു എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് ഉണ്ടാക്കിയതാ. ഇവിടെയും ഇവര് സർവീസ് ഐക്യു എന്ന ആപ്പ് വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. സർവീസ് അയക്കോ? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കുറെ സർവേ ക്വസ്റ്റ്യൻസ് വരും. നമ്മുടെ നോളജും ഒപ്പീനിയനും വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാസം നമുക്കൊരു 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഇതിലൂടെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 30,000 വരെ നമുക്ക് കിട്ടും. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന വഴി നിങ്ങൾക്ക് 30,000 രൂപ വരെ മാസം ഏൺ ചെയ്യാം. ചെയ്യുന്നതിലൂടെ നമുക്ക് മാസം ഒരു 30 വരെ ഏൺ ചെയ്യാം. ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് 30,000 രൂപ ഉണ്ടാക്കാമെന്ന്. ഇതൊക്കെ വെറും തള്ളു മാത്രമാണ് ഇവര് ഓരോരുത്തരും പറയുന്നത്. വെറും നുണകൾ മാത്രമാണ്. ഈ വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ആപ്പിൽ നിന്നും ഒരിക്കലും 30,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഏട്ടായി പുതിയ ബൈക്ക് വാങ്ങി. കാന്താരി ഈസ് ഇംപ്രസ്ഡ്. കാന്താരിയെ കൊണ്ട് ഒരു ചായ ഡേറ്റിന് പോയാൽ പൈസ ഏട്ടായി തന്നെ കൊടുക്കും. കാന്താരിയെ കൊണ്ട് കൊടുപ്പിക്കില്ല. ഏട്ടായിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ട് കാന്താരി എന്ത് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഏട്ടായുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ അവസ്ഥ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. തിരിച്ചു വരാം. ഏട്ടായുടെ ദൂർത്തൊക്കെ കണ്ടിട്ട് കാന്താരി അവസാനം ചോദിക്കുകയാണത്. നീ എനിക്ക് വേണ്ടി കുറെ പൈസ സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ചോദിക്കുക കാന്താരി. എവിടത്തെങ്കിലും അക്കൗണ്ട് വരുന്ന പൈസ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഏട്ടായുടെ ഉത്തരമാണ് മക്കളെ കാണേണ്ടത്. ഇതെങ്ങനെ സർവീസ് ഐക്യു എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഏൺ ചെയ്യേണ്ടതാണ്. സർവീസ് അയക്കോ? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കുറെ സർവേ ക്വസ്റ്റ്യൻസ് വരും. നമ്മുടെ നോളജും ഒപ്പീനിയനും വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. കേട്ടില്ലേ, ഏട്ടായി ഇപ്പോ ഇങ്ങനെ ഒരു ആപ്പ് വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അടുത്ത് താറാവ് വളർത്തുന്ന കാന്താരിയും കാന്താരിയെ വളയ്ക്കാൻ നോക്കുന്ന ഏട്ടായിയുമാണ്. ഏട്ടായുടെ വായനോട്ടം സഹിക്കാതെ കാന്താരി അവസാനം ചോദിക്കുകയാണ്, മുട്ട വേണം? വേണം. ആ മുട്ടയല്ല, താറാമുട്ടയുടെ കാര്യമാണ് പറയുന്നത്. ഇതാ 30. നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ വേണം. ഏട്ടായുടെ അടുത്ത് പക്ഷെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ഒരു പ്രത്യേകതരം കാന്താരിയാണിത്. കഴിഞ്ഞ 2 മാസത്തെ പറ്റും ചേർത്ത് 1450 രൂപ 50 പൈസ. എടുക്കെടുക്ക്. ഇതിന് ഞാൻ സപ്പോർട്ടാണ്. പൈസയൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ആ കണക്കൊക്കെ എയറിൽ പോകും. ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ കൊടുത്തു അമ്മയുടെ അടുത്ത്. ഓഹോ, ഏട്ടായി മുട്ടയുടെ ഫുൾ പൈസ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കാന്താരി ഈസ് ഇംപ്രസ്ഡ്. ഇതിന്റെ കൂടെ കാന്താരിക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. നീ പുതിയ ഐഫോണൊക്കെ എടുത്ത് കേട്ടല്ലോ. എന്നാലും എന്റെ പൊട്ടാ ഇതെങ്ങനെ? ഈ ഏട്ട എന്തായാലും പണിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് ഐഫോൺ വാങ്ങിക്കില്ല എന്ന് നമുക്കറിയാലോ. ഞാൻ സർവേ ഐക്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഏൺ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് സർവേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മുടെ നോളജും നമ്മുടെ ഒപ്പീനിയൻ വെച്ച് അതിൽ ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് 30,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു കലിപ്പനും കാന്താരി വേണം. ഈ കലിപ്പൻ പക്ഷെ സ്വിഗ്ഗി ഓടുന്ന ഒരു കലിപ്പനാണ്. പക്ഷെ കാന്താരിക്ക് അറിയില്ല മൂപ്പരുടെ പണി സ്വിഗ്ഗി ഓടലാണോ എന്ന്. അയ്യോ, ഇതെന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീടാണല്ലേ, എങ്ങനെ ചെല്ലും അവളുടെ മുമ്പിൽ? എന്റെ ജോലി ഇതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കും? നീയാ? ആ എടാ, എന്തു പറ്റി? നീ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? ഇത്രയും നേരം നമ്മൾ ട്രോൾ ചെയ്താണ്. പക്ഷെ എടാ, എന്തു പറ്റി? നീ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? എന്താണ് ഈ ജോലിക്ക് കുഴപ്പം? ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ അന്തസ്സുണ്ട്, അതിൻ്റെതായ അഭിമാനമുണ്ട്. സ്വിഗ്ഗി ഓടുന്നു എന്ന് പറഞ്ഞിട്ട് കൊച്ചാക്കി കാണേണ്ട ഒരു ആവശ്യമില്ല. കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. എടി, വീട്ടില് നല്ല ബുദ്ധിമുട്ടില്ല. അച്ഛനാണെങ്കിൽ വയ്യ, കയ്യിലാണെങ്കിൽ അതിന്റെ പൈസ ഇല്ല. ഇതല്ലാതെ വേറെ വഴിയുമില്ല. വീട്ടിലാകെ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് ഏട്ടായി പറയുന്നത്. പക്ഷെ ഇതിന് നമ്മുടെ കാന്താരിയുടെ അടുത്ത് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. അതിനെന്തിനാ നീ വിഷമിക്കുന്ന? സർവീസ് ഐക്യു വഴി ക്യാഷ് ഏൺ ചെയ്തുകൂടെ? എന്തായാലും ചെറിയ വെറൈറ്റി ഉണ്ട്. കാന്താരിയാണ് ഏട്ടായിക്ക് ഈ പണി പറഞ്ഞു കൊടുക്കുന്നത്. എടി, അതെങ്ങനെയാ? എടാ, അത് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വർക്കാ. സർവീസ് ഐക്യു എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്. ഇതിന് വീട്ടിൽ ഇരുന്ന് തന്നെ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു കല്യാണം കഴിഞ്ഞ കലിപ്പനും കാന്താരിയുമാണ്. ചേട്ടാ, ഞാൻ മനഃപൂർവ്വം കോൾ എടുക്കാഞ്ഞല്ലായിരുന്നു, ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. അതുകൊണ്ടാ ചേട്ടാ, ഇന്ന് വൈകുന്നേരത്തിലുള്ള എങ്ങനെയല്ലേ ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാം. ഉഫ്, സങ്കട സീന് തന്നെ. ഏട്ടായി വലിയ കടക്കണിയിലാണെന്നാ തോന്നുന്നത്. അതെ, എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നാലും നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റത്തുള്ളൂ. ഒരു 30,000 രൂപ ആവശ്യമുണ്ട്, തരാൻ പറ്റും? പിന്നല്ല, നമ്മുടെ കാന്താരി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കാന്താരി ആൾ ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചത്?
നിനക്ക് തരുന്ന പൈസ അങ്ങനെ ചോദിക്കുമ്പോ എവിടുന്നാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അതൊക്കെ ഉണ്ട്. കളിക്കാതെ പറ. എടാ ഇത് ഞാൻ സർവേ സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് ഉണ്ടാക്കിയതാ. സർവീസ് അയക്കുവോ അതെന്തുവാ? ഇവിടെയും ഇവര് സർവൈസ് ഐക്യു എന്ന ആപ്പ് വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് പ്രാങ്ക് ആയാലോ? ഏതോ പടക്കമൊക്കെ എടുത്ത് ക്ലോസറ്റിനുള്ളിൽ വെക്കുന്നുണ്ട്. നല്ല ഫ്രഷ് പ്രാങ്ക്. ഇനിയാണ് മറ്റത് തിരിച്ച് പ്രാങ്ക് ചെയ്യൽ. ഏത്? ഗൈസ്, ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. ഇതൊക്കെയാണ് മോനെ ഐഡിയ. എന്തായാലും ഇതും എങ്ങോട്ടാ പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിത് സർവീസ് ഐക്യു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് ഏൺ ചെയ്യുന്നത്. അത് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിലിപ്പോ നിനക്ക് വന്നിട്ട് സർവേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന് നിനക്ക് 4 ഓപ്ഷനും വരും. നിന്റെ നോളേജും നിന്റെ ഒപ്പീനിയനും വെച്ച് നിനക്ക് അത് സോൾവ് ചെയ്യാം. ഒരു കല്യാണം കഴിഞ്ഞ കലിപ്പനും കാന്താരിയും കൂടെ ഉണ്ട്. അങ്ക് നിങ്ങളെ പേരെടുത്ത് പണിയെടുത്ത് മടുത്ത് ഇനി ഞാൻ പണിയെടുക്കണമെങ്കിൽ അങ്ക് ശമ്പളം തരണം. ഒരു ഭർത്താവിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചോദ്യം തന്നെയാണത്. ശമ്പളം തരാം, പക്ഷെ പണിയെടുത്തില്ലെങ്കിൽ ഞാൻ പണിക്കാരത്തിനെ മാറ്റി. ശമ്പളം തരാം, പണിയെടുത്തില്ലെങ്കിൽ പണിക്കാരിനെ ഞാൻ വെറുതെ പറഞ്ഞു. 2025 കഴിഞ്ഞില്ലേ, 2026 ഒന്ന് രക്ഷപ്പെടണം. കുറച്ച് പൈസ എല്ലാം ഉണ്ടാക്കും. വീട്ടിലിരിക്കണ കാന്താരിയുടെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു പോയതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ കലിപ്പന്റെ കയ്യിൽ ഇതിനൊരു വഴിയുണ്ട്. എന്താണെന്ന് കേട്ടു നോക്കാം. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? 1, പണിക്ക് പോണം. അതൊരു നല്ലൊരു വഴിയാണ്. പണിക്ക് പോക്കൂടെ? പൈസ ഉണ്ടാക്കണമെങ്കിൽ പണിക്ക് പോക്കൂടെ? 1 അല്ല 2. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പണിക്ക് പോകാൻ വയ്യല്ലോ. രണ്ടാമത്തെ വഴി എന്താണ് ഏട്ടായി? നീ പാടി, ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പ്ലേ സ്റ്റോറിന്ന് സർവീസ് ഐക്യു എന്ന് പറയുന്ന ആപ്പ് നീ ഇൻസ്റ്റാൾ ആക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കുറച്ച് സർവേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സെലക്ട് ആക്കിയിട്ട് സബ്മിറ്റ് ആക്കാം. അത്രേ ഉള്ളൂ. ഈ 4-5 ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നത് അവർ പൈസ ഉണ്ടാക്കുന്നത് സർവൈസ് ഐക്യു എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വെച്ചിട്ടാണെന്നാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാസം നമുക്കൊരു 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഇതിലൂടെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 30,000 വരെ നമുക്ക് കിട്ടും. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന വഴി നിങ്ങൾക്ക് 30,000 രൂപ വരെ മാസം ഏൺ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മാസം ഒരു 30 വരെ ഏൺ ചെയ്യാം. 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് 30,000 രൂപ ഉണ്ടാക്കാമെന്ന്. ഇതൊക്കെ വെറും തള്ളു മാത്രമാണ്. ഇവര് ഓരോരുത്തരും പറയുന്നത് വെറും നുണകൾ മാത്രമാണ്. ഈ വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ആപ്പിൽ നിന്നും ഒരിക്കലും 30,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല. പൈസയുടെ കാര്യം മാത്രമല്ല, ഇവർ ഈ ആപ്പ് വെച്ചിട്ട് വേറെ കുറച്ച് സാധനങ്ങളൂടെ പറയുന്നുണ്ട്. അല്ലേ, വേറെന്തൊക്കെ ഇതിലുള്ള? ഈ ആപ്പിൽ കൂടെ നിനക്ക് എഡ്യൂക്കേഷൻ കോണ്ടന്റ്സും സോഫ്റ്റ്വെയർ കോഴ്സസ് ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. ഇതിന് പുറമെ ഫ്രീ എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സസും വിനോദത്തിനായിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ലഭിക്കും. അത് മാത്രമല്ല, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സുകളും വിനോദത്തിനുള്ള OTT പ്ലാറ്റ്ഫോമും ഇതിൽ ലഭ്യമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സുകളും വിനോദത്തിനായിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ലഭിക്കും. ഇതും വെറും തള്ളു മാത്രമാണ്. ഇതും ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സർവൈസ് ഐക്യു എന്ന് പറഞ്ഞ ആപ്പ്. ഇതൊരുമാതിരി ഗാംബ്ലിംഗ് ആപ്പുകളെ പോലെ ഒന്നുമല്ല. പകരം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു ആപ്പാണ്. 10 ലക്ഷം ഡൗൺലോഡ്സ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല 4.7 സ്റ്റാർ റേറ്റിംഗ്സ് ഉള്ള ഒരു ആപ്പും കൂടിയാണിത്. ഇതൊക്കെ കണ്ടാൽ ശരിക്കും പലരും വിശ്വസിച്ച് തന്നെ പോകും ഇതൊരു ഒറിജിനൽ ആപ്പാണ് എന്ന്. പക്ഷെ ഈ ആപ്പിന്റെ റിവ്യൂ സെക്ഷൻ എടുത്ത് നോക്കൂ. കോമഡിയാണ്. 5 സ്റ്റാർ റിവ്യൂകൾ ഉള്ളത് മൊത്തം ഫേക്ക് റിവ്യൂകളാണ്. കുറെ റിവ്യൂകൾ നമുക്ക് കാണാം. പല ആൾക്കാർ സെയിം എക്സാക്റ്റ് റിവ്യൂ അതേപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. മാത്രമല്ല ബാക്കിയുള്ള റിവ്യൂകളൊക്കെ നോക്കുകയാണെങ്കിൽ ChatGPT വെച്ച് എഴുതിയ പോലെ തന്നെയുണ്ട്. എന്തായാലും നമുക്ക് സർവൈസ് ഐക്യു എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ പേജിൽ തന്നെ ഇവർ പറയുന്നത് വി ഹാവ് ഗവൺമെന്റ് ഇഷ്യൂ ഡോക്യുമെന്റ്സ് എന്നാണ്. ഞങ്ങളുടെ അടുത്ത് MCA, ISO, GST, PAN, TAN, ഉദ്യം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന്. സർട്ടിഫിക്കറ്റുകളല്ലേ? കണ്ടിട്ടുണ്ട്. അടുത്ത പേജ് എടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. സ്റ്റാർട്ട് ഡെമോ വർക്കും ബൈ പ്ലാനും. ഈ സ്റ്റാർട്ട് ഡെമോ വർക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആപ്പിൻ്റെ ഡെമോ മാത്രമാണ്. ഈ ഡെമോയിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ എങ്ങനെ സർവേകൾ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഈ ഡെമോ പേജിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന് ഇവരുടെ പെയ്ഡ് പ്ലാൻ എടുക്കണം. അതായത് നമ്മൾ ഈ ആപ്പിന് ആദ്യം പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന്. 3 പ്ലാനുകളുണ്ട്. 499 രൂപയുടെ ലൈറ്റ് പ്ലാൻ, 999 രൂപയുടെ സ്റ്റാൻഡേർഡ് പ്ലാൻ,
$3,999 രൂപയുടെ പ്രീമിയം പ്ലാൻ. എല്ലാ പ്ലാനുകളിലും ലൈഫ് ടൈം വാലിഡിറ്റി, അൺലിമിറ്റഡ് ഏണിങ്സ്, അൺലിമിറ്റഡ് സർവീസ്, വർക്ക് 24 hours എന്നൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വാക്കുകൾ കേട്ടിട്ട് ഈ ആപ്പ് പലരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആപ്പ് എടുത്ത് നോക്കിയിട്ട് പൈസ ചോദിച്ചപ്പോൾ പലരും ആപ്പ് അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും മാസം 30,000 രൂപ ഉണ്ടാക്കാം എന്നുള്ള പ്രോമിസ് വിശ്വസിച്ചിട്ട് പലരും ഈ പറയുന്ന പെയ്ഡ് പ്ലാനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ആപ്പിന് പൈസ കൊടുത്തിട്ടുമുണ്ടാവും. കാരണം ഇവരൊക്കെ ചെയ്ത വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് പോലെ ഈ ഒരു ആപ്പിൽ നിന്ന് 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയുള്ളൂ, ഈ ആപ്പിന് പൈസ കൊടുക്കണം. എന്തായാലും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ 499 രൂപ കൊടുത്തിട്ട് ഇതിൽ ലൈറ്റ് പ്ലാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സർവീസ് IQ എന്ന ആപ്പിൽ 499 രൂപയുടെ ലൈറ്റ് പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പിന് 499 രൂപ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഈ ആപ്പിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഡെമോയുടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ കാണിക്കില്ല. പകരം നമുക്ക് വർക്ക് ചെയ്യാനുള്ള, അതായത് സർവീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുക. ഈ ഒരു ആപ്പിൽ കുറച്ച് സർവേകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സർവേകൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സർവേ, മീൻ ദുർഗന്ധം എങ്ങനെ ഇല്ലാതെയാക്കാം? നാരങ്ങയും വിനാഗിരിയും തിളപ്പിക്കുക, മെഴുകുതിരികളും സ്പ്രേകളും ഉപയോഗിക്കുക, ജനാലകൾ തുറന്ന് കഷ്ടപ്പെടുക. ടഫ് ക്വസ്റ്റ്യൻ. നാരങ്ങയും വിനാഗിരി ഇട്ട് തിളപ്പിക്കുക ആയിരിക്കുമല്ലോ അല്ലേ? സെലക്ട് ചെയ്യാം. നിങ്ങൾ വിനാഗിരിയെ എങ്ങനെ സമീപിക്കും? എങ്ങനെ സമീപിക്കും എന്ന് ചോദിച്ചാൽ, ഹലോ വിനാഗിരി, നാ ഇത് സൊല്ലിയാകണം, നീ അവളോ ഇവളോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ സാധാരണയായി ഭക്ഷണശീലങ്ങൾക്ക് പണം എങ്ങനെ അടയ്ക്കുന്നു? ഡിജിറ്റൽ ഇന്ത്യ, UPI. നിങ്ങൾ വർഷം മുഴുവൻ ആരാധകരാണോ? ഏതേലും പടം ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വർഷം മുഴുവൻ അതല്ല എന്നാ തോന്നുന്നത്. 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതെ, വേനൽക്കാലം അല്ല, എന്തൊക്കെയാണോ ഉദ്ദേശിച്ച്, വർഷകാലം വല്ലതും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹിപ്പ് ഹോപ്പ് എന്താണ്? ചിലർ ഓരോരോ ശരീരഭാഗങ്ങൾക്ക് ഓരോരോ പേരുകൾ കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണോ? എന്തായാലും നമുക്കിതിൽ ഓപ്ഷനായിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിനെ സ്നേഹിക്കുക, ചിലത് ശരിക്കുമല്ല, ഇത് മറ്റേത് തന്നെയാണോ തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ക്യാഷ് ബാക്ക് എന്താണ്? ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ പണ്ട് ഗൂഗിൾ പേ കുറേ ക്യാഷ് ബാക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂപ്പണും കാര്യങ്ങളൊക്കെ തന്ന് പറ്റിക്കലായതുകൊണ്ട് മാറ്റി. ആമസോൺ പേയും ഫോൺ പേയും സൂപ്പർ മണിയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കട്ടെ. ഒപ്റ്റിമൈസ് ചെയ്യുക, അത് ഉപയോഗിക്കുക, ഇല്ല. എന്താണോ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം? നമ്മളീ കണ്ട മൊത്തം ഈ ആപ്പിലെ മലയാളത്തിലുള്ള സർവേകളാണ്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേർഷനുകളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലുള്ളത് ഈ ഒരു ഇംഗ്ലീഷ് സർവേകളുണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷനുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഓരോന്നും ഓരോ പോലെ ഇരിക്കുന്നത്, ഓരോരോ ചോദ്യങ്ങളൊക്കെ. എന്തായാലും ഇംഗ്ലീഷിലെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. ഹൗ അറ്റാച്ച്ഡ് ടു യുവർ പെറ്റ്സ്? ഡു യു രജിസ്റ്റർ യുവർ കാർ ഫോർ വാറണ്ടി? ഡു യു പ്ലാൻ ടു ട്രൈ സംതിങ് ന്യൂ ഇൻ വാച്ചിങ് മൂവീസ് ദിസ് മന്ത്? ഒരു ബന്ധമില്ലാത്ത കുറെ ചോദ്യങ്ങളാണ് നമ്മളോട് ഈ ആപ്പ് ചോദിക്കുന്നത്. ശരിക്കും സർവേസ് എന്ന് വെച്ചാൽ എന്താണ്? വിക്കിപീഡിയ പറയുന്നത് എ സർവേ ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എയിംഡ് ഫോർ എക്സ്ട്രാക്ടിങ് സ്പെസിഫിക് ഡാറ്റ ഫ്രം എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ്. അതായത് ഒരു കൂട്ടം ആളുകളുടെ അടുത്തു നിന്നും നിശ്ചിതമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ചോദ്യാവലിയാണ്. നമ്മുടെ രാജ്യത്ത് സെൻസസ് എടുക്കുന്നുണ്ടല്ലോ, അതൊരു തരം സർവേയാണ്. ഗവൺമെന്റ് പലതരം സർവേകൾ ഇതുപോലെ നടത്തുന്നുണ്ട്. മാത്രമല്ല പല പ്രൈവറ്റ് കമ്പനികളും ഓരോരോ സർവേകൾ നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കാറോ ബൈക്കോ ഒക്കെ സർവീസിന് കൊടുത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തിയാൽ, അതായത് കാറും ബൈക്കും ഒക്കെ ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയാൽ ഈ കമ്പനികളുടെ ഓരോരോ ആൾക്കാർ നമ്മളെ വിളിക്കും. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സാർ സർവീസ്, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, നിങ്ങൾക്ക് എത്ര സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതൊരു തരം സർവേ ആണ്. ഇനി ഓൺലൈൻ സർവേകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സർവേ ആപ്പ് ഉണ്ട്. ഇതിൽ ഗൂഗിൾ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ പോയ സ്ഥലങ്ങളിൽ നമ്മളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അവിടെ ഇന്ന സൗകര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഫേസ്ബുക്കിനും ഇതുപോലെ ഒരു ആപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിലും ഫേസ്ബുക്ക് നമ്മുടെ അടുത്ത് പല പരസ്യങ്ങളിൽ എന്താണ് വന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ഗൂഗിളിനും ഫേസ്ബുക്കിനും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അവർ ചെറിയ തുകകൾ നമുക്ക് റിവാർഡ്സ് ആയിട്ട് തരും നമ്മളുടെ ഒപ്പീനിയൻ പറയുന്നതിന്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഗവൺമെൻറ് ആണെങ്കിലും കമ്പനികളാണെങ്കിലും ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ആണെങ്കിലും ഇവരെല്ലാവരും ചോദിക്കുന്നത് അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് അറിയേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന ഡാറ്റ അവർക്ക് വേണം.
അത് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സർവേകളൊക്കെ നടത്തുന്നതും നമ്മുടെ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഈ സർവീസ് IQ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ചോദിക്കുന്നത് റാൻഡം കാര്യങ്ങളാണ്. ഇവർക്ക് നമ്മുടെ അടുത്ത് നിന്നൊന്നും അറിയാനില്ല. ഇവർ പറയുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കി തരാം. ഈ പറയുന്ന 4 ക്വസ്റ്റ്യനുകളും ഈ നേരത്തെ കണ്ടില്ലേ, മീൻ്റെ നാറ്റം എങ്ങനെ കളയാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ആവശ്യവുമില്ലാത്ത കുറെ ക്വസ്റ്റ്യനുകളാണ് ഈ സർവീസ് IQ എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ആപ്പ് എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ, നമുക്ക് ഉത്തരം അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതിയല്ലോ, ഇവര് പൈസ തരുന്നല്ലേ പറയുന്നത് എന്ന്. ഇവരെത്ര പൈസ തരുന്നറിയോ? ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ 5 പൈസ. ഇവർക്ക് നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, മാസം 30,000 രൂപ ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാസം നമുക്കൊരു 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഇതിലൂടെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 30,000 വരെ നമുക്ക് കിട്ടും. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന വഴി നിങ്ങൾക്ക് 30,000 രൂപ വരെ മാസം ഏൺ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മാസം ഒരു 30 വരെ ഏൺ ചെയ്യാം. 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിലൂടെ മാസം ഒരു 30,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 30,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ഈ ആപ്പിന് 499 രൂപയും 999 രൂപയും 3,999 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ ഈ ആപ്പിന് പൈസ കൊടുത്തത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവരുടെ ഈ ഫോളോവേഴ്സ്, ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവേഴ്സ് ഒന്നും അങ്ങനെ ആയിരിക്കില്ലല്ലോ. പിന്നെ പോയ 500 രൂപ തിരിച്ചു പിടിക്കണം, അതിന് ഈ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് വേണം. അതിന് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നാലേ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഒരുപാട് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. മാത്രമല്ല ഹൈപ്പും കൂടെ ചെയ്തേക്കൂ. 499 രൂപ ഈ ആപ്പിന് കൊടുത്താൽ നമുക്ക് 30,000 രൂപ ഈ ആപ്പിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറയുന്നതിന് മുന്നേ ഈ പെയ്ഡ് പ്ലാനിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ 499 രൂപ ഈ ഒരു ലൈഫ് പ്ലാനിന് വേണ്ടി കൊടുത്തത് ആ ഒരു പ്ലാനിൻ്റെ ഫുൾ പൈസയല്ല. ഈ ഒരു പ്ലാനിൻ്റെ ഫുൾ പ്രൈസ് വന്നിട്ട് 6,999 രൂപയാണ്. അതിൻ്റെ ആദ്യത്തെ ഗഡു മാത്രമാണ് നമ്മൾ ആദ്യം കൊടുത്ത് 499 രൂപ. ഈ ആപ്പിൽ ചെറുതായിട്ടൊരു കാര്യം എഴുതിയിരിക്കുന്നു, നോക്കൂ. ദ പ്ലാൻ സ്റ്റാർട്ട്സ് വിത്ത് പേയിങ് ഓൺലി 499 റുപ്പീസ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 6,500 രൂപ നമുക്ക് ഈ ആപ്പിന് ഇനിയും കൊടുക്കാനുണ്ട്. സെറ്റിൽ ഫുൾ റിമൈനിങ് ബാലൻസ് എന്നൊരു ഓപ്ഷൻ വെച്ച് ഇവർക്ക് നമ്മൾ പണിയെടുത്തിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന്. ആപ്പ് എടുത്ത് നോക്കിയാൽ ഇതേ കാര്യം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. എ ബാലൻസ് ഫീ ഓഫ് 6,500 വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ സ്റ്റാർട്ടിംഗ് ഏണിംഗ് എന്ന്. അതായത് ഈ ആപ്പ് നമുക്ക് എന്തെങ്കിലും പൈസ തരുന്നതിന് മുന്നേ ഈ ആപ്പിൻ്റെ വാലറ്റിൽ 6,500 രൂപയാക്കിയിട്ട് ആ പൈസ അവർക്ക് കൊടുക്കണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സർവേ ചെയ്താൽ ഈ ആപ്പ് നമുക്ക് തരുന്നത് 5 പൈസ മാത്രമാണ്. 6,500 രൂപ എത്തിക്കണമെങ്കിൽ ഓരോ സർവേ 5 പൈസയ്ക്ക് ചെയ്തിട്ട് ഈ ഒരു 6,500 രൂപ എത്തിക്കണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയോ? ഒരു സർവേക്ക് 5 പൈസയാണ് കിട്ടുന്നതെങ്കിൽ കണക്ക് കൂട്ട് നോക്കിയാൽ 6,500 രൂപ എത്തിക്കണമെങ്കിൽ നമ്മൾ 1,30,000 സർവേകൾ ചെയ്യണം. ഈ 1,30,000 സർവേകൾ നമ്മൾ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയോ? ഒരു ക്വസ്റ്റിന് ഉത്തരം കൊടുക്കണമെങ്കിൽ മിനിമം 15 സെക്കൻഡ് എടുക്കും. 15 സെക്കൻഡിന് മുന്നേ നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുകയും ചെയ്യും. കണക്കാക്കി വരുമ്പോൾ അത് 19,50,000 സെക്കൻഡുകളാവും. അതായത് 22 ദിവസവും 13 മണിക്കൂറും 40 മിനിറ്റും. അതായത് 22.5 ദിവസം നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഈ ആപ്പിലിരുന്ന് സർവേ ചെയ്യണം. എന്നാലാണ് 6,500 രൂപ എന്ന ബാലൻസ് എത്തുകയുള്ളൂ. അപ്പോഴും നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. 6,500 രൂപ ഈ ആപ്പിൻ്റെ ആൾക്കാർ എടുക്കും. റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 24 മണിക്കൂർ ഇരുന്നിട്ട് ഈ പറയുന്ന ആപ്പിൽ സർവേ കുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം 4 മണിക്കൂറൊക്കെയാണ് ഈ ആപ്പിൽ നമ്മൾ സർവേ കംപ്ലീറ്റ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ തന്നെ 6,500 എത്തണമെങ്കിൽ 135 ദിവസവും 10 മണിക്കൂറും എടുക്കും. ഇത്രയും ദിവസം ഇരുന്ന് 6,500 രൂപ ഈ ആപ്പിനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പൈസ ഉണ്ടാക്കാമല്ലോ ഈ ആപ്പിൽ നിന്നെന്ന് കരുതിയാൽ അവിടെയും തെറ്റി. 30,000 രൂപ ഇവരൊക്കെ പറയുന്ന പോലെ 30,000 രൂപ ഈ ആപ്പിൽ നിന്ന് ഉണ്ടാക്കുക മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണ്. അതായത് കണക്ക് കൂട്ടി ഒരു മാസം കൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു 30,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ ആപ്പിൽ നിന്ന്. കണക്ക് കൂട്ടി വരുമ്പോൾ 30,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഈ ആപ്പിൽ നമ്മൾ 6 ലക്ഷം സർവേകൾ ചെയ്യണം. നമ്മൾ നേരത്തെ 1,30,000 സർവേകൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള കണക്കാണ് പറയുന്നത്. 6 ലക്ഷം സർവേകൾ ചെയ്യണമെങ്കിൽ ഒരു സർവേക്ക് 15 സെക്കൻഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 104 ദിവസവും 4 മണിക്കൂർ എടുക്കും. നോൺ സ്റ്റോപ്പായിട്ട് സർവേകൾ ചെയ്യുന്നതിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ഈ 104 ദിവസം 4 മണിക്കൂർ സർവേകൾ ചെയ്യുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 625 ദിവസങ്ങൾ എടുക്കും ഇതിൽ നിന്നും 30,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ. അതായത് ഒരു വർഷവും 8 മാസവും. ഞാൻ പറഞ്ഞില്ലേ,
ഒരു മാസം ഇതിൽ നിന്നും ഒരിക്കലും നമുക്ക് 30,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല. മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണത്. 30,000 രൂപയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ വേറെന്തൊക്കെ ഇതിലുള്ളത്? ഈ ആപ്പിൽ കൂടെ നിനക്ക് എഡ്യൂക്കേഷൻ കോണ്ടന്റ്സും സോഫ്റ്റ്വെയർ കോഴ്സസ് ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. ഇതിന് പുറമെ ഫ്രീ എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സസും പിന്നെ വിനോദത്തിനായിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ലഭിക്കും. അത് മാത്രമല്ല, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സുകളും വിനോദത്തിനുള്ള OTT പ്ലാറ്റ്ഫോമും ഇതിൽ ലഭ്യമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോണ്ടന്റും സോഫ്റ്റ്വെയർ കോഴ്സുകളും വിനോദത്തിനായിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ലഭിക്കും. ഇങ്ങനൊരു സംഭവം തന്നെ നമുക്ക് ഈ സർവേസ് IQ എന്ന് പറഞ്ഞ ആപ്പിൽ കാണാൻ സാധിക്കില്ല. ഇവർ പറഞ്ഞ OTTകളും കോഴ്സുകളും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആപ്പിന് മെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവർ പറഞ്ഞ ഇമെയിലിൽ ഒരാഴ്ചയായിട്ട് മെയിൽ അയച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മെയിലിലും ഈ ഒരു റിപ്ലൈ ആണ് വന്നത്. താങ്ക് യു ഫോർ കോൺടാക്ടിങ് അസ്, വി ഗോട്ട് യുവർ ഇമെയിൽ ആൻഡ് വി വിൽ കോൺടാക്ട് യു സൂൺ. എത്ര മെയിൽ അയച്ചാലും ഇത് തന്നെയാണ് റിപ്ലൈ. പ്രത്യേകിച്ചൊന്നും ഇവർ തരാനും പോകുന്നില്ല. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ഈ ആപ്പിൽ ശ്രദ്ധിച്ചു. നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ഈ ഒരു ആപ്പിൽ കയറി സർവേ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അതായത് 499 രൂപ ഞാൻ കൊടുത്തല്ലോ, അത് കഴിഞ്ഞിട്ട് സർവേ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുകളിൽ എപ്പോഴും ഒരു പരസ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഫ്രീ വേർഷനിൽ, അതായത് ഡെമോ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പരസ്യമൊന്നും കാണിക്കില്ല. പകരം പൈസ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഈ ആപ്പ് പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ബാക്കിയുള്ള ആപ്പുകളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഗെയിമുകളിലൊക്കെ ആണെങ്കിലും പരസ്യം കളയാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഇതിപ്പോൾ പൈസ കൊടുക്കുകയും വേണം, അവർക്ക് നമ്മൾ പരസ്യം കണ്ടിട്ട് ഈ പറയുന്ന പരസ്യത്തിൻ്റെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഈ ആപ്പിൻ്റെ ആൾക്കാർ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആരാണ് ഈ ആപ്പിൻ്റെ പിന്നിൽ എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാനുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമ്മൾ ഡെവലപ്പറിൻ്റെ പേരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ആപ്പും കൂടെ കാണാൻ സാധിക്കും. EarnEasy24. 10 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്പാണ്. ഈ ആപ്പ് പ്രോമിസ് ചെയ്യുന്നത് ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നാണ്. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലോ, വെറും തട്ടിപ്പ് ആപ്പാണത്. സർവേസ് IQ എന്ന് പറഞ്ഞ ആപ്പിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ആപ്പിലും കാണാൻ സാധിക്കുക. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുക, എന്നിട്ട് ക്യാപ്ചർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന വേറൊരു ആപ്പും കൂടി ഉണ്ട്, Premium24. അതും ഇതും ഈ പറയുന്ന 3 ആപ്പുകളും എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടെക് എയർക്രാഫ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഒരു മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയാണെന്നാണ് പറയുന്നത്. ഇവരുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് രാജരാംപുരി കോലാപൂർ എന്നാണ്. സമീർ ഖുറേഷി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ സോ കോൾഡ് ഫൗണ്ടർ ആൻഡ് CEO. ഞാൻ ശരിക്കും ഇയാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമീർ ഖുറേഷിയുടെ അടുത്ത് കഴിഞ്ഞ നേരത്തെ പറഞ്ഞ EarnEasy24 എന്ന ആപ്പിനെ പറ്റി ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇയാൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഞങ്ങൾ തട്ടിപ്പല്ല എന്ന് ഞങ്ങൾ തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേര് അതിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു ആ ഗൂഗിൾ മീറ്റ്. അതിൻ്റെ ഓഡിയോ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. ഇല്ലായിരുന്നെങ്കിൽ അത് ഞാൻ കേൾപ്പിച്ച് തരുമായിരുന്നു. എന്തായാലും ഇയാളുടെ സംസാരിച്ചിട്ട് ഇയാൾ ഇത് തട്ടിപ്പാണെന്ന് സമ്മതിച്ചു തരുന്ന മട്ടില്ലായിരുന്നു. ജെനുവിനായിട്ട് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത്. ഈ സർവേസ് IQന്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവർ പറയുന്ന കമന്റുകൾ എടുത്താലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതായത് പൈസ പോയ ആൾക്കാർ ഇവരുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് ഇവർ ഫ്രോഡാണെന്ന് പറയും. അപ്പോൾ ഇവർ പോയി കമന്റ് അടിക്കും. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞങ്ങൾ ഫ്രോഡാണെന്ന്? നിങ്ങൾ വെറുതെ നുണ പറയുകയാണ്. ഇതിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ 40,000 ആൾക്കാർ ഇപ്പോഴും പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരാമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു ആപ്പ് തുറന്നു വെച്ച് കുറെ സർവേകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും 30,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല. 30,000 പോയിട്ട് 1000 രൂപ പോലും ഇതുപോലത്തെ സർവേ ആപ്പുകളിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ ആപ്പുകളൊന്നും നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടിയിരിക്കുന്ന ആപ്പുകളല്ല, പകരം നമ്മുടെ പൈസ ഊറ്റാൻ വേണ്ടിയിരിക്കുന്ന ആപ്പുകളാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു ആപ്പ് വഴിയല്ല നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത്. അതിന് സ്കിൽസ് വേണം, റിയൽ സ്കിൽസ് വേണം. അതില്ലെങ്കിൽ പഠിക്കണം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പാണെന്ന് കരുതി ഏതൊരു ആപ്പും കംപ്ലീറ്റ്ലി സേഫ് അല്ല. ഈ സർവേസ് IQ പോലെ പലതരം ഫ്രോഡ് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൂക്ഷിക്കുക, ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിലൊന്നും പോയി പെടാതിരിക്കുക.